നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അതിരാവിലെ തന്നെ അനുപമയെ അറസ്റ്റ് ചെയ്യാനായി പോലീസിന് കൈമണി കൊടുത്ത് പറഞ്ഞുവിട്ടത് ഹർഷയാകാനാണ് സാധ്യത. ഇന്ദ്രൻ പറയുന്നു, അമ്മ മാത്രമല്ല, ഇതിൽ അമ്മയെ പുറത്തുനിന്നും ആരോ സഹായിക്കുന്നുണ്ടെന്ന്. അത് ഹർഷയാണെന്ന് ഇന്ദ്രൻ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. സീരിയൽ കാണുന്നവർക്കറിയാം അത് ഹർഷയാണെന്ന്. എന്നിട്ടും ഇന്ദ്രനും അനുപമയ്ക്കും മനസ്സിലായില്ല ഹർഷയുടെ വീട്ടിൽ സുശീല വരുന്നുണ്ടെന്നും അവർ തമ്മിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും. കുഞ്ഞമ്മ അനുപമയെയും ഇന്ദ്രനെയും വിളിച്ചു വരുത്തി പറഞ്ഞതൊക്കെ മറന്നുപോയോ? പ്രതിഭയുടെ മുറിയിൽ പോലീസുകാർ വരുമ്പോൾ ഒളിച്ചിരിക്കുന്ന അനുപമയെ പ്രതിഭ കാണുന്നുണ്ടെങ്കിലും പോലീസുകാരി അകത്തുവന്ന് പ്രതിഭയോട് ചോദിച്ചെങ്കിലും പ്രതിഭ അനുപമയെ കാണിച്ചു കൊടുക്കുന്നില്ല. അതിൽ നിന്നും മനസ്സിലാകുന്നൊരു കാര്യം, പ്രതിഭയ്ക്ക് മനസ്സിലായി കഞ്ഞിയിൽ സുശീല തന്നെയാണ് കീടനാശിനി ഒഴിച്ചതെന്ന്. അനുപമയെ പ്രതിയാക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം കീടനാശിനി കുപ്പി അനുപമയുടെ അലമാരിയിൽ കൊണ്ടുവച്ചതാണെന്നും പ്രതിഭയ്ക്ക് മനസ്സിലായി. പോലീസ് പോയതിനു ശേഷം പ്രതിഭയുടെ അടുത്ത് വരുന്ന സത്യനോട് പ്രതിഭ വാതിൽ കുറ്റിയിടാൻ പറയുന്നു. അനുവേടത്ത് ഈ മുറിയിൽ ഉണ്ടെന്നും അനുപമ പുറത്തേക്ക് വരുന്നു. പ്രതിഭ ഉറങ്ങുന്നത് കൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന് അനുപമ പറയുന്നു. നന്നായി എടുത്തി പോലീസിന് പിടികൊടുക്കാതിരുന്നതെന്ന് സത്യൻ പറയുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല, എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്നും സത്യൻ പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അനുപമ കുഞ്ഞിനെയും എടുത്ത് സത്യന്റെ വണ്ടിയിൽ കയറി പോകാൻ നോക്കുമ്പോൾ സുശീലയും സോനയും കാണുന്നു. നീ ഇതിനകത്തുണ്ടായിട്ടാണോ എന്റെ മോനെ പോലീസുകാർ കൊണ്ടുപോയതെന്ന് സുശീല ചോദിക്കുന്നു. എന്നാൽ സത്യൻ അനുപമയോട് വണ്ടിയിൽ കയറാൻ പറയുന്നു. എന്നിട്ട് അനുപമയെയും കൊണ്ട് സത്യൻ പോകുന്നു. അനന്തൻ മാഷും രഘുവും കൂടി ദാസാറിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അനുപമയ്ക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ അഡ്വക്കേറ്റിനെ കാണണം. അതേസമയം അനുപമയും സത്യനും കൂടി അങ്ങോട്ട് വരുന്നു. പോലീസ് വന്ന കാര്യവും ഇന്ദ്രനെ പോലീസ് കൊണ്ടുപോയ കാര്യവുമൊക്കെ അനുപമ അനന്തൻ മാഷിനോട് പറയുന്നു. പഞ്ചരത്നത്തിലോ ദാസാറിന്റെ വീട്ടിലേക്കോ അനുപമയെ മാറ്റണമെന്ന് മാഷ് പറയുമ്പോൾ അനുപമ പോകാൻ തയ്യാറാകുന്നില്ല. ഇന്ദ്രേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് അനുപമ ചോദിക്കുന്നു. ഇന്ദ്രനെ അവർ വിടും, നിന്നെയാണ് അവർക്ക് ആവശ്യം, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് മാഷ് പറയുമ്പോൾ അനുപമ പറയുന്നു, ഇന്ദ്രേട്ടൻ ആരും അറിയാതെ വീട്ടിൽ ഒളിക്യാമറകൾ വെച്ചിട്ടുണ്ടെന്നും അതൊരു ടെക്നീഷ്യനെ കൊണ്ട് നോക്കിച്ചിട്ടുണ്ടെന്നും അത് കിട്ടിയാൽ എന്റെ നിരപരാധിത്വം തെളിയുമെന്നും പറയുന്നു. ആരുടെ കയ്യിലാണ് ക്യാമറ കൊടുത്തിരിക്കുന്നതെന്ന് രഘു ചോദിക്കുമ്പോൾ അതറിയില്ല, ഇന്ദ്രേട്ടനോട് ചോദിക്കണമെന്ന് പറയുന്നു. വിനയൻ 10 മണിക്ക് മുൻപ് തന്നെ ഇന്ദ്രന്റെ വീട്ടിൽ വരുന്നു. എന്നാൽ അവിടെ സോനയും പ്രതിഭയും നിൽക്കുന്നുണ്ട്. വിനയനെ കണ്ടപ്പോൾ തന്നെ പ്രതിഭയോട് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും വിനയനോട് പറയരുതെന്ന് സോന പറയുന്നു. ഇന്ദ്രൻ എവിടെ? ഇന്ദ്രനെ കാണാനാണ് ഞാൻ വന്നതെന്ന് വിനയൻ പറയുമ്പോൾ ഇന്ദ്രേട്ടനും സത്യേട്ടനും അമ്മയും ആരും ഇവിടെ ഇല്ല എന്ന് സോന പറയുന്നു. എന്നോട് ഇങ്ങോട്ട് വരാൻ ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് വിനയൻ പറയുന്നു. ഇന്ദ്രനെ പോലീസ് കൊണ്ടുപോയ കാര്യം സോന പറയുന്നില്ല. പിന്നീട് അനുപമ ഇല്ലേ എന്ന് വിനയൻ ചോദിക്കുന്നു. എന്നാൽ അതിന് മറുപടി പറയാതെ സോന വാതിലടച്ചു പോകുന്നു. വിനയൻ ഇന്ദ്രന് ഫോൺ ചെയ്യുന്നു. എന്നാൽ പോലീസുകാർ ഇന്ദ്രന് ഫോൺ കൊടുക്കുന്നില്ല.